ഹലോ, അപ്പൊ നമ്മൾ രാജസ്ഥാനിലെ അജ്മീർ നഗരം എന്ന് പറയുന്നത് രാജസ്ഥാന്റെ ഹൃദയഭാഗമാണ്, ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്. ആ സിറ്റിയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അതേ ഈ കാണുന്നതാണ് പ്രശസ്തമായിട്ടുള്ള ജെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സായാഹ്നത്തിലെ നഗര കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. തിരക്കുള്ള സിറ്റിയാണിത്. അതേ നോക്കിയേ, ജനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് വീക്കെൻഡ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾ ശക്തമായിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ശക്തമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല, റോഡിൻ്റെ നിയമങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ വാഹനം ഓടിക്കുന്ന രീതി എന്നൊക്കെ പറയുന്നത്. ഇത് നോക്കിയാൽ വളരെ പുരാതനമായിട്ടുള്ള സിറ്റിയാണിത്. ഇവിടുത്തെ കടകളൊക്കെ നോക്കിയേ, പഴയ കെട്ടിടങ്ങളാണെങ്കിൽ പോലും ഇതിൻ്റെ തനതായിട്ടുള്ള ഭംഗി ഈ ഒരു കെട്ടിടങ്ങൾക്കൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ ജെയിൻ ടെമ്പിൾ തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ കടകൾക്കൊക്കെ ജെയിൻ ഫർണിച്ചർ ഹൗസ്, അങ്ങനെ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പേരിട്ടിരിക്കുന്നത്. ഇത് നോക്കിയേ, നഗരത്തിൻ്റെ തിരക്കേറിയ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു പാലമുണ്ട്, ഈ സൈഡിൽ കൂടി വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ഈ ഭാഗത്തൊരു ടെമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പോൾ നമ്മുടെ സമയം വൈകിയത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അതൊന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. ജസ്റ്റ് ഒന്ന് ക്യാമറാമാൻ ഇപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരും. ഇത് നോക്കിയേ, ഈ രാജസ്ഥാന്റെ ഏത് മുക്കിലും മൂലയിലും പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ കുടങ്ങളുടെ വിൽപ്പന എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു രാജസ്ഥാനിലെ വളരെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള കുടങ്ങളും ഇതുപോലെ തന്നെ ഇത് രാജസ്ഥാൻ സ്ത്രീകളുടെ പരമ്പരാഗതമായിട്ടുള്ള വേഷങ്ങളൊക്കെയാണ്. നമുക്കിതൊന്ന് നിങ്ങളൊന്ന് കാണിക്കാം. മറ്റൊരു ജെയിൻ ടെമ്പിളിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് നോക്കിയേ, വളരെ സുന്ദരമായിട്ടുള്ള ജെയിൻ ടെമ്പിൾ ആണ്. പക്ഷേ ലിമിറ്റഡ് സ്പേസ് ആയതുകൊണ്ടാണ് നമുക്കത് കൃത്യമായിട്ടുള്ള വിസിബിലിറ്റി കിട്ടാത്തത്. നമുക്കിന്ന് അതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. കൃത്യമായിട്ടുള്ള ഹിസ്റ്ററി ഒന്നും എനിക്ക് നോക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കിപ്പോൾ എന്തോന്നുള്ള അകത്തേക്ക് പോവാം. ഈ വാതിലൊക്കെ നോക്കിയേ, ഇത്ര മനോഹരമായിട്ടാണല്ലോ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും, പ്രാധാന്യം ഉണ്ടാവും. ഇതൊരു ആരാധനാലയമാണ്, അതുകൊണ്ട് തന്നെ അകത്തേക്ക് പോകുമ്പോൾ കമൻട്രി ഒന്നും ഉണ്ടാവില്ല. ഇത് നോക്കി, ഈ താഴിലെ ടൈലൊന്ന് നോക്കി, വളരെ നിശബ്ദമായിട്ടായിരിക്കും. നമുക്ക് എല്ലാ മതവും നമ്മൾ അതിനുള്ള ബഹുമാനം കാണിക്കണമല്ലോ. അപ്പം നിശബ്ദമായിട്ട് നമുക്ക് അവരുടെ ഏറ്റവും സീക്രട്ട് പ്ലേസ് കാണാം.
ജൈൻ ടെമ്പിൾ ആണ്. ഇത് ദിഗംബർ വിഭാഗത്തിലുള്ളവരുടെ ജൈൻ ടെമ്പിൾ ആണ്. എങ്കിൽ നമുക്കത് കാണാൻ സാധിച്ചു, ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. സന്തോഷം തോന്നുന്നു. അവരുടെ പ്രെയർ ടൈമും കൂടിയായിരുന്നു ഇത്. അപ്പൊ നമുക്കിവിടെ ഈ രാജസ്ഥാനിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ വിചിത്രം അല്ല, ഒരു പഴമയുടെ രീതി എന്ന് പറയുന്നത് ഇവിടെയുള്ള കുതിരവണ്ടികളാണ്. ആൾക്കാർ കുതിരവണ്ടികൾ ഇങ്ങനെ സവാരി ചെയ്യുന്ന നല്ലൊരു കാഴ്ചയാണ്. സാധാരണ നമ്മുടെ നാട്ടിലാണ് കുതിരവണ്ടിക്ക് കാണാറില്ല. ഇത് നമുക്ക് കാണാം, ഇതേ കുതിരയെ കെട്ടിയിരിക്കുന്ന സ്ഥലം. ഇത് നോക്കിയേ, കുതിരവണ്ടികൾ. തലങ്ങും വിലങ്ങും ഇതിലൂടെ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നത് പോലെ തന്നെ കുതിരവണ്ടികളും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു കാഴ്ചയാണ്. നോക്കി, നല്ലൊരു സ്തൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മളുടെ സായാഹ്ന കാഴ്ചകൾ. നമ്മൾ രാജസ്ഥാനിൽ വന്നിട്ട് നമുക്ക് ഇതിൽ ലസ്സി കുടിക്കണ്ടേ, ഈ സ്ട്രീറ്റിൽ നിന്ന് ലസ്സി കുടിക്കണ്ടേ. നമുക്ക് ഇത് ലസ്സിയുടെ വില പറയും. ചോട്ട ലസ്സി 7, ബെഡ ലസ്സി 100 ആൻഡ് മാംഗോ ലസ്സി. നമുക്ക് ലസ്സി ചോദിക്കാം.